بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على من أرسل إلى كافة الأمم وعلى آله وصحبه أجمعين أما بعد ലിസാൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷ. ലിസാൻ എന്ന നാവാണ് അല്ലേ? ഖുർആൻ എന്നാൽ ഖുർആൻ്റെ നാവ് എന്നാൽ ഖുർആൻ്റെ ഭാഷ ഏതാണ്? അറബി. അദ്ദർസുൽ അവൽ ഗ്രീന് ആണ്. അദ്ദർസുൽ അവൽ എന്താണ്? അൽ കഅബത്തു ഖിബ്ലത്തുന. ഫസ്റ്റ് നന്നായിട്ട് വായിക്കാൻ പഠിക്കുക. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത് ഹാദാ ബൈത്തുല്ലാഹിൽ ഹറാം യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ هذا البيت في صلواتهم. هذا البيت هو الكعبة الشريفة، هي أول بيت وضع لعبادة الله وحده. الكعبة في مكة المكرمة. يذهب المسلمون إلى مكة لأداء الحج والعمرة، ويطوفون بالكعبة ويسعون بين الصفا والمروة. بنى إبراهيم وابنه إسماعيل عليهما السلام الكعبة وهما يقولان ربنا تقبل منا إنك أنت السميع العليم. ഇതിന് ജസ്റ്റ് പരിഭാഷ നോക്കൂ. അൽ കഅബത്തു ഖിബ്ലത്തുന. കഅബ നമ്മുടെ ഖിബ്ലയാണ്. കഅബ നമ്മുടെ ഖിബ്ലയാണ്. കഅബയാണ് നമ്മുടെ ഖിബ്ല അല്ലേ? ഹൽ റഅയ്തും ഹാദൽ ബൈത്ത്. നിങ്ങൾ ഈ വീട് കണ്ടോ? ഈ ഭവനം കണ്ടോ? ഹൽ റഅയ്തും നിങ്ങൾ കണ്ടോ? ഹൽ റഅയ്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാദൽ ബൈത്ത് ഈ ഭവനം. ഹാദാ ഇത് ബൈത്തുല്ലാഹിൽ ഹറാം. ഇവിടെ കളർ പച്ച നീല കളറിലുള്ള വാക്കുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ. യതവജ്ജഹുൽ മുസ്ലിമൂൻ. മുസ്ലിങ്ങൾ മുഖം കാണിക്കും അല്ലേ? വജ്ഹ് എന്ന മുഖമല്ലേ എന്ന് പറഞ്ഞാൽ മുന്നിടും. മുഖം ബാക്കിലെ മുന്നിൽ. അപ്പോൾ യതവജ്ജഹുൽ മുസ്ലിമൂൻ മുസ്ലിങ്ങൾ മുന്നിടും. എവിടേക്ക്? ഇലാ ഹാദൽ ബൈത്തി ഈ വീട്ടിലേക്ക്. ഈ വീട് നേരെ. എപ്പോ? ഫീ സ്വലവാതിഹിം അവരുടെ നിസ്കാരങ്ങൾ. അപ്പം മുസ്ലിങ്ങളുടെ ഖിബ്ലയാണെന്ത്? ഹാദൽ ബൈത്ത് അല്ലേ? ഏത് ബൈത്ത്? ഹാദൽ ബൈത്തു ഈ വീടുണ്ടല്ലോ. ഹാദൽ ബൈത്ത് വിരൽ വെക്ക്. ഹാദൽ ബൈത്തു ആണോ? തൂ കണ്ടല്ലോ. ചില സ്ഥലങ്ങളിൽ ബൈത്തു എന്ന് കാണാം, ചില സ്ഥലങ്ങളിൽ ബൈത്താന്ന് കാണാം, ചില സ്ഥലങ്ങളിൽ ബൈത്തി എന്ന് കാണാം. എന്നാൽ ഹാദ എന്നുള്ളതിലോ ഒരു മാറ്റമില്ല. എല്ലായിടത്തും ഹാദ ഒരേപോലെയാണ് അല്ലേ? ഹാദയുടെ അവസാനത്തിൽ മാറ്റമൊന്നുമില്ല. ഹുവൽ കഅബത്തു ഷരീഫത്തു അതാണ് കഅബ ഷരീഫ് അല്ലേ? ആ വീട്. ഹിയ അതുണ്ടല്ലോ അവ്വലു ബൈത്തിൻ ഫസ്റ്റ് വീടാണ്, ആദ്യത്തെ വീട്. എന്തിനുള്ള ആദ്യത്തെ വീട്? ഉളിയ സ്ഥാപിക്കപ്പെട്ട, പ്രതിഷ്ഠിക്കപ്പെട്ട, വെക്കപ്പെട്ട ലിഇബാദത്തില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണെന്ത്? കഅബ ഷരീഫ് അല്ലേ? അൽ കഅബത്തു ഫി മക്കത്തുൽ മുക്കറമ. കഅബ എവിടെയുള്ളത്? മക്കത്തുൽ മുക്കറമ. മക്കത്തുൽ മുക്കറമ എവിടെയാണുള്ളത്? സൗദി അറേബ്യയിൽ അല്ലേ? യദ്ഹബുൽ മുസ്ലിമൂൻ മുസ്ലിങ്ങൾ പോകുന്നു. ഇലാ മക്ക മക്കയിലേക്ക് പോകുന്നു. എന്തിനാ പോകുന്നത്? ലി അദാഇൽ ഹജ്ജി വൽ ഉംറ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി, ചെയ്ത് വീട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? വയതൂഫൂന ബിൽ കഅബത്തി മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു? കഅബ തവാഫ് ചെയ്യുന്നു, വലയം വെക്കുന്നു അല്ലേ? കഅബക്ക് ചുറ്റും നടക്കുന്നു അല്ലേ? വയസ്അഊന ബൈന സഫ വൽ മർവത്തി സഫയുടെയും മർവയുടെയും ഇടയിൽ, നമ്മൾ കഅബയുടെ അടുത്തുള്ള സഫയുടെയും മർവയുടെയും ഇടയിൽ എന്ത് ചെയ്യുന്നു? സഅയ് ചെയ്യുകയും ചെയ്യുന്നു മുസ്ലിങ്ങൾ അല്ലേ? തവാഫ് കഴിഞ്ഞ ഉടനെയാണ് എന്ത് ചെയ്യുക? സഅയ് ചെയ്യുക. ബന ഇബ്രാഹിം വബ്നുഹു ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം നബിയുടെ മകൻ ആരാ? ഇസ്മായിൽ അലൈഹിമസ്സലാം. രണ്ടുപേരുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ, സമാധാനം അല്ലേ? കൃപ കടാശം സലാത്തും സലാമൊക്കെ ഉണ്ടാവട്ടെ. അൽ കഅബത എന്തിനാ പണിതത്? ബനൽ കഅബത. ആരാ കഅബ പണിതത്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വഹുമ അവർ രണ്ടുപേരും യഖൂലാനി അവർ രണ്ടുപേരും ദുആ ചെയ്യുന്നു അല്ലേ? ഖാല അവർ രണ്ടുപേരും പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്താ ദുആ ചെയ്തത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മൾ എന്ത് ഇബാദത്ത് എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അവസാനം ദുആ ചെയ്യണം. ആ ദുആയിൽ എന്ത് വേണം?
റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. എന്നതിനർത്ഥം ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ, നീ സ്വീകരിക്കണമേ. കേൾക്കണേ എന്നാൽ സ്വീകരിക്കണേ അല്ലേ? ഇന്നക അന്തസ് സമീഉൽ അലീം, നീ എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും. സമീഉം അലീമുമാണ്. സമീആൻ എന്നാൽ കേൾക്കുന്നവൻ, അലീം എന്ന് പറഞ്ഞാലോ അറിയുന്നത്. എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് നീ.